أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ പരിശ്രമിക്കണമേ എന്ന ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ മുത്തഖികളിൽ വിശ്വ മുവാഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു വിശ്വാസികളുടെ മേൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നിഅ്മത്തുകളും ആവോളം ചൊരിഞ്ഞ് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന യൗമുൽ ജുമുഅ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഇത്തരം ഒരു ഇബാദത്ത്. അള്ളാഹു ചില സമയങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഫളായിലുകളും ആ തരത്തിലുള്ള മാഹാത്മ്യങ്ങളും ഒക്കെ കൽപ്പിച്ചതായിട്ട് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകളും ഇത്തരത്തിലുള്ള പ്രാധാന്യവും ഒക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിസ്മരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ
പരലോകത്ത് സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള പരിശ്രമമാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യമായി കാണേണ്ടത് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. ഈ ഒരു ദിവസത്തെ അള്ളാഹു എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? മഹാന്മാരൊക്കെ പറഞ്ഞത് അള്ളാഹു ജുമുഅ ദിവസത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ഒരാഴ്ചയിൽ 6-7 ദിവസങ്ങളുണ്ടെങ്കിൽ മറ്റുള്ള 6 ദിവസങ്ങൾക്കുള്ള പ്രാധാന്യമല്ല വെള്ളിയാഴ്ച ദിവസത്തിനുള്ളത്. ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ പ്രമാണവും അവരുടെ ചില നിയമങ്ങളും അനുസരിച്ച് ഫറോവയിൽ നിന്നും ബനു ഇസ്രായേലിനെ അള്ളാഹു മോചിപ്പിച്ചത് ഒരു ശനിയാഴ്ച ദിവസമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനമായിട്ട് ശനിയാഴ്ചയാണ് നിശ്ചയിച്ചത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ആരാധനക്ക് പ്രത്യേകമായ ഒരു സമയം നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഈ ക്രിസ്ത്യാനികളുടെ തെറ്റായ വിശ്വാസം അനുസരിച്ച് അവര് സങ്കല്പിക്കുന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ കുരിശിലേറുകയും പിന്നീട് ആ കുരിശിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തെ കബറടക്കിയതിനു ശേഷം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് അത് പ്രമാണമാക്കിക്കൊണ്ട് അത് വെച്ചുകൊണ്ടാണ് അവർ ഞായറാഴ്ചയെ അവരുടെ പുണ്യദിനമായിട്ട് അവർ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാം വിശ്വാസികളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ദിവസത്തെ അവരിൽ നിന്ന് വിപരീതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, വകാന ലിൽ യഹൂദി യൗമ സബ്ത്, ജൂതന്മാരായ ആളുകൾ ശനിയാഴ്ച ദിവസത്തെ അവരുടെ ഇബാദത്തിന്റെ പുണ്യദിനമായിട്ട് അവർ നിശ്ചയിച്ചു. വകാന നസ്വാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഞായറാഴ്ച ദിവസത്തെ അവരുടെ പുണ്യ ദിവസമായി നിശ്ചയിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹദാനല്ലാഹു ലിയൗമിൽ ജുമുഅ, അല്ലാഹു നമുക്ക് ജുമുഅ ദിവസത്തെ നിശ്ചയിച്ചു തന്നു. എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിച്ചു, നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് അവസാനക്കാർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ 600 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു പോയത്. അതിന്റെയും മുമ്പാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു പോയത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമി ലോകത്ത് നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് അവസാനക്കാർ. എന്നാൽ പരലോകത്ത് വരുമ്പോൾ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മളായിരിക്കും 1-ാം സ്ഥാനത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചു. എന്തുകൊണ്ട് നമ്മൾ 1-ാം സ്ഥാനത്താകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ചില പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ള ദിനങ്ങളുണ്ട്, പ്രത്യേകമായിട്ടുള്ള സമയങ്ങളുണ്ട്, പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വിശ്വാസികൾ ജാഗ്രതയിലും വൈകാരികതയിലും അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതുവഴി നമ്മൾ പരലോകത്ത് 1-ാം സ്ഥാനക്കാരായി മാറും. ആ 1-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ഈ ദിവസത്തിന്റെ, ഈ ജുമുഅ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞെടുത്ത് ധാരാളക്കണക്കിന് ഹദീസുകൾ സ്വഹീഹായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത്, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, ഈ ഭൂമി ലോകത്ത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും. പക്ഷെ മറ്റുള്ള ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഉദയം എന്ന് പറയുന്നത് അത് ഈ വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഫീഹി ഖുലിക ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അദ്ദേഹം ഈ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതേപോലെ തന്നെ വഫീഹി ഉഹ്ബിത്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലാണ് ആദ്യം താമസിച്ചത്. അള്ളാഹു സ്വർഗം നൽകി ആദരിച്ചു. പക്ഷെ അവിടെ ചെറിയ ഒരു തെറ്റ് വന്നതിന്റെ പേരിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ഈ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ആ തെറ്റിന്റെ മുന്നിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വഫീഹി തീബ്, തൗബ സ്വീകരിച്ചത് ആദം നബി അലൈഹി സ്വലാമയുടേത്, അത് വെള്ളിയാഴ്ചയായിരുന്നു. വഫീഹി മാത്ത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമു സാഅ, അന്ത്യനാള് സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. നമ്മൾ ആലോചിക്കൂ, വളരെ പ്രബലമായ ഹദീസാണ് ഈ പറയുന്നത്. അന്ത്യനാള് സംഭവിക്കുന്ന സമയം അല്ലെങ്കിൽ ആ തീയതിയെ കുറിച്ചൊന്നും ലോകത്ത് ഒരാൾക്കും അറിവില്ല. ഒരു പ്രവാചകനും അതിനെ കുറിച്ചുള്ള അറിവ് നൽകിയിട്ടില്ല. അതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള അറിവ് അള്ളാഹ്ക്ക് മാത്രമാണുള്ളത്. ഈ അന്ത്യനാള് സംഭവിക്കുമ്പോ കാഹളത്തിൽ, സൂറെന്ന കാഹളത്തിൽ ഊതാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കിന് പോലും
എപ്പോഴാണ് ഊതേണ്ടത് എന്നുള്ള ഒരു അനുവാദം കിട്ടിയിട്ടില്ല. ആ ഒരു അറിവ് അള്ളാഹ് കൊടുക്കുമ്പോഴാണ് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുന്നത്. അപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. പക്ഷെ സമയവും അതിന്റെ സന്ദർഭവും ഒന്നും അവിടെ നിന്ന് അറിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പക്ഷെ അത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ ഹദീസിന്റെ ബാക്കി വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഹത്തുൻ യൗമൽ ജുമുഅത്തി മിൻ ഹീൻ തത്ലഉ ശംസു ശഫഖൻ മിനസ്സാഅ ഇല്ലൽ ജിന്നി വൽ ഇൻസ്. ഓരോ വെള്ളിയാഴ്ച പ്രഭാതം പുലരുമ്പോഴും ഓരോ വെള്ളിയാഴ്ച ഉണ്ടാകുമ്പോഴും ആ സമയത്ത് മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ആ ദിവസം മുഴുവൻ ഭീതിയിലായിരിക്കും. അവരുടെ ചിന്തയനുസരിച്ച് ഭീതിയിലാണ്. ഇന്ന് അന്ത്യനാൾ സംഭവിക്കുമോ എന്നതിനെ കുറിച്ച് അവരൊക്കെ ആശങ്കയിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ മനുഷ്യരും ജിന്നുകളും ആശങ്കപ്പെടുന്നില്ല എന്നതും ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ പല പ്രത്യേകതകളും ഉള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. മറ്റൊരു വചനത്തിൽ കാണാൻ കഴിയും യൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. 7 ദിവസങ്ങളിൽ 6 ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. മാത്രമല്ല ഈ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുവിന്റെ അടുത്ത് ഈ യൗമിൽ അൽഹ വ യൗമിൽ ഫിത്ർ, ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അൽഹയേക്കാളും പ്രാധാന്യം ഈ വെള്ളിയാഴ്ച കൊണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നിട്ട് അങ്ങനെ പറയാനുള്ള കാരണം മഹാന്മാരൊക്കെ പറഞ്ഞത് ഈ 5 കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, അതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചത്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് മറ്റുള്ള ഈ 2 ഈദിനേക്കാളും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അത് നമ്മുടെ ഒരു ഈദായിട്ട് കൂടി പരിചയപ്പെടുത്തി. ഇന്ന ഹാദാ യൗമുൻ ഈദുൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ. അല്ലാഹു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച ഈദായിട്ട് പെരുന്നാളായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പരിചയപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് നിർവഹിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പ്രധാനപ്പെട്ട ജൂതന്മാർക്ക് ശനിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവധി ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ അന്ന് പ്രഖ്യാപിച്ച ഞായറാഴ്ച ദിവസം ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവധി ദിവസമായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പലപ്പോഴും പലയിടത്തും ഇത് അവധി ദിവസമല്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് അത്ര പ്രാധാന്യമുള്ളൂ എന്നതല്ല, നമ്മൾ അതിന് ഗൗരവം കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇദാ കാന യൗമുൽ ജുമുഅത്തി ഫഅസല അഹദുകും റഹ്സഹു. ഒരാൾ നന്നായിട്ട് കുളിച്ചു, ജുമുഅക്ക് വേണ്ടി ആ നിയ്യത്തിൽ തന്നെയാണ് കുളിക്കുന്നത്. നമ്മൾ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ സാധാ കുളിക്കുന്ന നിയ്യത്തല്ല, വ്യാഴാഴ്ച കുളിച്ച നിയ്യത്തല്ല വെള്ളിയാഴ്ച ഉണ്ടാവേണ്ടത്. ഇന്നെന്റെ ഈദ് ദിവസമാണ്, എനിക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈദാണ്, എനിക്ക് പെരുന്നാളാണ്. ആ നിയ്യത്തിൽ കുളിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു കൂലിയുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുളിക്കേണ്ട വിധം നന്നായിട്ട് ശരീരമൊക്കെ എല്ലാ ജോയിന്റുകളും മടക്കുകളും ഒക്കെ വൃത്തിയായി കഴുകി കുളിച്ചിട്ട് ഒരു മനുഷ്യൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. പരമാവധി നേരത്തെ പുറപ്പെട്ട് അദ്ദേഹം അവിടെ ഇരുന്നു, സുന്നത്ത് നമസ്കരിച്ചു, അവിടെ ഇരുന്നു. പിന്നെ ഖുർആൻ പാരായണം ചെയ്തു. എന്നിട്ട് ശ്രദ്ധിച്ച് ഖുതുബ കേട്ടു. എല്ലാം കേട്ട് നമസ്കരിച്ച് തിരിച്ചു പോയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ബികുല്ലി ഖുതുബത്തിൻ ഖതാഅ ഫസിയാമി സനത്തിൻ വഖിയാമി സനത്തിൻ. ഒരു വർഷം നോമ്പ് നോറ്റവനെ പോലെ, ഒരു വർഷം നിന്ന് നമസ്കരിച്ചവനെ പോലെയുള്ള കൂലി അയാൾക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഒരു സമ്പ്രദായം എന്ന അതിനപ്പുറത്ത് വെറുതെ നമ്മളൊരു രീതി എല്ലാ ആഴ്ചയും നമ്മളിത് ചെയ്യണം, മുസ്ലിമീങ്ങൾക്ക് ഇതൊരു ആചാരമാണ് എന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ മുഴുവൻ നിബന്ധനകളും നിയ്യത്തുമായി വന്നിട്ട് ഒരാൾ ഇതൊക്കെ ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് വലിയ പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശരീരം നന്നായി വൃത്തിയാക്കി എല്ലാ ഭാഗവും കഴുകി നമ്മുടെ നഖമൊക്കെ വെട്ടി തലയിൽ എണ്ണ തേച്ച് മുടി ചീകി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെ ഏറ്റവും മുന്നിൽ വന്ന് പള്ളിയിലിരിക്കുന്ന ആളുകൾ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വലുതാണ്, വലിയ പ്രതിഫലമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുതുബ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഖുതുബ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് വെള്ളിയാഴ്ച നമുക്ക് 2 റക്അത്തായിട്ട് 4 റക്അത്തിനെ ചുരുക്കിയതിന്റെ ഒരു താല്പര്യമുണ്ട്, ഒരു യുക്തിയുണ്ട്. ളുഹർ എന്ന് പറയുന്നത് 4 റക്അത്താണ്. ഇപ്പൊ ഒരാൾ യാത്രയിലും മറ്റും ജുമയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അയാൾ ളുഹർ 4 ആണ് നിസ്കരിക്കേണ്ടത്. അല്ലാതെ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും ളുഹറിന്റേത് ജുമയുടേത് 2 ആയിട്ട് ജുമയിൽ പങ്കെടുക്കാത്ത ആൾക്ക് നമസ്കരിക്കാനുള്ള അനുവാദമില്ല. 4 തന്നെ നമസ്കരിക്കണം.
അപ്പൊ ഈ 4 ചുരുക്കി 2 ആക്കിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നടക്കുന്ന ഉത്ബോധനം ശ്രദ്ധയോടുകൂടി കേൾക്കണം. ആ ഉത്ബോധനം എന്ന് പറയുന്നത് തീർത്തും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയല്ല, അതിന്റെ അപ്പുറത്ത് പരലോകത്ത് ജയിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാൾ ഈ കർമ്മത്തിൽ പങ്കെടുത്തത് പൂർത്തീകരിച്ചാൽ ജുമാക്കിടയിൽ ഒരു ജുമാ മുതൽ അടുത്ത ജുമാക്കിടയിലുള്ള ചെറിയ ചെറിയ മുഴുവൻ പാപങ്ങളും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ഈ ജുമാ ദിവസത്തിൽ ഇത് പൂർത്തീകരിച്ചാൽ മുഴുവൻ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യത്തെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹാവാസികൾ എന്ന ടൈറ്റിലുള്ള തലക്കെട്ടിലുള്ള അധ്യായം എന്ന് പാരായണം ചെയ്യുന്നതിന് വലിയ പുണ്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നമൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ഒരാൾ ആ ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ, അല്ലാഹു ലഹു നൂറൻ, അടുത്ത വെള്ളി വരെ നമുക്കതൊരു വെളിച്ചമായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് ജീവിതത്തിൽ അതൊരു പ്രകാശമായിട്ട് മാറും. അപ്പൊ എപ്പോഴാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതേണ്ടത്? സുബഹി മുതൽ നമുക്ക് ചിലരൊക്കെ മനസ്സിലാക്കിയത് തെറ്റിദ്ധരിച്ചത് ജുമാക്ക് മുമ്പ് അത് പൂർത്തീകരിക്കണം. അങ്ങനെയല്ല, മഗ്രിബ് വരെയുള്ള സമയം, വൈകുന്നേരം ആകുന്നത് വരെയുള്ള സമയം നമുക്ക് ഈ സൂറത്ത് ഓതാനുള്ള അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇതിന്റെ മുമ്പ് ഓതി തീർക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം, ഇല്ലാത്തവർക്ക് അത് കഴിഞ്ഞിട്ടും മഗ്രിബിന്റെ ഇടയിൽ അത് പൂർത്തീകരിക്കാം. അല്പമായത്തുകൾ ഓതി നിർത്തി, രാവിലെ സുബഹിക്ക് കുറച്ച് ഓതി, പിന്നെ അത് കഴിഞ്ഞ് ജുമാക്ക് വന്ന് കുറച്ചോതി, എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് നമുക്ക് ഈ സൂറത്ത് ഓതി തീർക്കാൻ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെയുള്ള പ്രകാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിടത്ത്, ഇന്ന ഫിൽ ജുമുഅത്തി ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹു ഫിഹാ ഖൈറൻ ഇല്ലാ അഖ്താഹു അയ്യാഹു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴാണെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിർണ്ണയിക്കപ്പെട്ടാൽ ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കും, അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും, സഫലീകരിക്കാൻ കഴിയും. എന്നാൽ ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ എന്താണോ നമ്മൾ ചോദിച്ചത് അത് അള്ളാഹു നമുക്ക് നൽകും. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അത് നിങ്ങൾ അസർ നമസ്കാരത്തിന് ശേഷമുള്ള അവസാനത്തെ സമയം നിങ്ങളത് ഉപയോഗപ്പെടുത്തുക എന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച നമുക്ക് പരമാവധി പറ്റുന്ന സമയമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ആ പ്രാർത്ഥനയും സമയവും ഒത്തുവന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചത് മുഴുവൻ കിട്ടും. ചിലപ്പോൾ നമുക്ക് സ്വർഗമാണ് ചോദിച്ചതെങ്കിൽ അത് കിട്ടാൻ സാധ്യത, നരകമുക്തിയാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത, നമ്മുടെ ആഫിയത്താണ്, ആരോഗ്യമാണ്, കുടുംബമാണ്, മക്കളാണ്, എന്തും നമുക്ക് അവിടെ ചോദിക്കുവാനുള്ള അനുവാദമുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ജുമുഅ ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, ആ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മുടെ പ്രവാചകനോട് നമ്മൾ നിർവഹിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. അല്ലാത്ത സമയത്തും ഇബ്രാഹിമി സ്വലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന സ്വലാത്തുകും മഗ്റൂബത്തുൻ അലയ്യ, നിങ്ങൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് എൻ്റെ മേൽ അത് പ്രദർശിപ്പിക്കപ്പെടും, എൻ്റെ മേൽ അത് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഖുർആൻ പറഞ്ഞല്ലോ, എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ കാരുണ്യം വർഷിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് അല്ലാഹു പറയുകയാണ്, അള്ളാഹു പ്രവാചകന് വേണ്ടി കാരുണ്യം കൊടുക്കുന്നത് കൊണ്ട്, മലക്കുകൾ അതേ നിലക്കുള്ള സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട്, വിശ്വാസികളെ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും നിങ്ങളുടെ പ്രവാചകന് വേണ്ടി, നിങ്ങളുടെ നേതാവിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേരത്തെ വരുന്നതിന്റെ മഹത്വമാണ്. അപ്പൊ പള്ളിയിലേക്ക് നേരത്തെ വരിക എന്നതിന്റെ മഹത്വം വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഇതൊരു നിർബന്ധ കാര്യമായിട്ടാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅത്തി വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, നമ്മളിങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പള്ളിക്ക് ഏതൊക്കെ കവാടങ്ങളുണ്ടോ നമ്മൾ പ്രവേശിക്കുന്ന ആ കവാടങ്ങളിലൊക്കെ മലക്കുകളുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകും. ആ മലക്കുകൾ അവരുടെ ഏടും പിടിച്ച് കാത്തിരിക്കും.
നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ ഏടുകൾ നൽകപ്പെടും, നമ്മുടെ കർമ്മരേഖകൾ നമുക്ക് നൽകപ്പെടും. അത് കിട്ടുമ്പോഴാണ് ആ നന്മയുടെ ഭാഗം തൂങ്ങിയാൽ, കനം തൂങ്ങിയാൽ നമ്മൾ സ്വർഗത്തിൽ, കനം കുറഞ്ഞാൽ നരകത്തിൽ. ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങിയോ അവര് ഏറ്റവും സംതൃപ്തകരമായ ജീവിതത്തിൽ, അത് സ്വർഗത്തിലായിരിക്കും. അപ്പൊ നമ്മൾ വരുമ്പോ കവാടങ്ങളിൽ മലക്കുകൾ ഉണ്ടാവും, അവർ ഏടുകളും പിടിച്ചിരിക്കുന്നുണ്ടാവും. ആദ്യം വരുന്നവരുടെ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് ആദ്യം വരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് ബലിയറുത്ത് ദാനം ചെയ്തതിന്റെ കൂലി കിട്ടും. രണ്ടാമത് വരുന്ന ആൾക്ക് ഒരു പശുവിനെ അത് ബലിയറുത്ത് ദാനം ചെയ്ത കൂലി കിട്ടും. മൂന്നാമത്തെ ആൾക്ക് കിട്ടുന്ന ഒരു ആടിനെ അറുത്തതാണ്. നാലാമത്തെ ആൾക്ക് ഒരു കോഴിയെ, അഞ്ചാമത്തേത് ഒരു മുട്ട ദാനം കൊടുത്ത ആൾ. ഹദീസിൽ സഹിഹായിട്ട് പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ട് ഈ ഹദീസ് അവസാനിക്കുന്നത് ഇമാമ മെമ്പറിൽ കയറി ഖുത്ബ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഏടുകൾ മടക്കി വെച്ച് അവരും സഫുകളിലിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ, നമ്മുടെ ഇടയിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഈ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യർക്ക് മലക്കുകളെ കാണാൻ കഴിയില്ല. അത് പ്രവാചകന്മാർക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സംവിധാനങ്ങൾ, അത് അവർക്ക് കൊടുത്ത ചില അമാനുഷികമായിട്ടുള്ള മുഅ്ജിസത്തുകൾ. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി ശത്രുപാളയത്തെ എല്ലാ നിലക്കും തരിപ്പണമാക്കി കളഞ്ഞു. പക്ഷെ ശത്രുക്കൾക്ക് അത് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഈ പള്ളിയിലും നമ്മുടെ കൂട്ടത്തിലുമൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അവര് ഖുത്ബ തുടങ്ങിയാൽ അവരെന്ത് ചെയ്യും? വയസ്തമിഊന ദിക്ർ, അവര് ദിക്ർ കേൾക്കാൻ വേണ്ടി, ഉത്ബോധനം കേൾക്കാൻ വേണ്ടി അവരും ഇരിക്കും. അവരും ഈ ഉത്ബോധനം കേൾക്കുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളും ഈ ആദാബുകളും ഒക്കെ പാലിക്കുമ്പോഴാണ് അള്ളാഹു നിശ്ചയിച്ച പുണ്യം നമുക്ക് പരിപൂർണമായിട്ട് കിട്ടുക. അതിന് നമ്മൾ നേരത്തെ വന്ന് വീട്ടിൽ നിന്ന് നെയ്യത്തോടു കൂടി കുളിച്ച്, നല്ല വസ്ത്രം ഉള്ളതിൽ വെച്ച് നല്ലത് ധരിച്ച്, അങ്ങനെ ഉള്ള സുഗന്ധം ധരിച്ച്, അങ്ങനെ പള്ളിയിൽ വന്ന് നേരത്തെ മുന്നിലെ സ്വപ്പിലിരുന്ന് സുന്നത്ത് നമസ്കരിച്ച് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച്, അങ്ങനെ ആ ഖുത്ബയും ക്ഷമിച്ച്, ഉത്ബോധനം ക്ഷമിച്ച്, നമസ്കാരവും കഴിഞ്ഞു പോയാൽ നമുക്ക് ഒരാഴ്ചയിൽ കിട്ടുന്നത് വലിയ പുണ്യമാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു സന്തോഷ വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റു കർമ്മങ്ങളിലേക്ക് പോകാൻ പറ്റും, നമ്മുടെ മറ്റുള്ള ഇടപാടുകളിലേക്ക് പോകാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ അവസാനത്തെ ആയത്തുകൾ ഇങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് ധൃതിപ്പെടണം, ദ്രുതഗമനം ചെയ്യണം, വേഗത്തിൽ നിങ്ങൾ ആ കർമ്മത്തിലേക്ക് കടന്നു വരണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബദറുൽ ബൈഅ, നിങ്ങൾ നിങ്ങളുടെ കച്ചവടം നിർത്തിവെക്കണം. കച്ചവടം അതിനുവേണ്ടി നിങ്ങൾ നിർത്തുക എന്നത് നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളുടെ ബിസിനസ് അവസാനിപ്പിച്ചിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യവും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കഴിവുമെല്ലാം അവന്റെ കൽപ്പനക്ക് മുമ്പിൽ നിങ്ങൾ നിർത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നാൽ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം പൂർത്തിയായാൽ, നമസ്കാരം പൂർത്തീകരിച്ചാൽ, അത് കഴിഞ്ഞ് ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും പോകാം. പിന്നെ നിങ്ങളെ അവിടെ ഒരു ഭാഗത്ത് കെട്ടിയിടുന്ന ഒരവസ്ഥ ഇസ്ലാം ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏർപ്പാടിലേക്ക്, ജോലിയിലേക്ക്, കച്ചവടത്തിലേക്കൊക്കെ പോകാം. പക്ഷെ അവിടെ പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടാവണം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടാവണം, നിങ്ങളുടെ ഇടപാടിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടാവണം, അവിടെ ഹലാലിനെ കുറിച്ച് ബോധ്യമുണ്ടാവണം, ഹറാമിനെ കുറിച്ച് ബോധ്യമുണ്ടാവണം. അങ്ങനെ തന്നെയാണ് നിങ്ങൾ അതിലേക്ക് പോയാലും ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ പറയാം. എന്നിട്ട് അടുത്ത ആയത്ത് എന്താ? വൈദാ റഅൗ തിജാറതൻ ഔ ലഹുവൻ ഇൻഫളു ഇലൈഹാ വതറകൂക ഖായിമ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാമിൽ നിന്ന്, എത്രയോ ദൂരെ നിന്ന് ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് മുമ്പ് യാത്ര ആരംഭിച്ച കച്ചവട സംഘം കാഫിലപ്പുറത്ത്, ആ ഒട്ടകക്കുപ്പുറത്ത്, അതാ ബഖീഉൽ അർഖദിന്റെ ഭാഗത്ത് ഈ കച്ചവട സംഘം ഈ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെത്തിയത്.
ഇതെങ്ങനെ പുറത്തുനിന്ന് കണ്ടപ്പോ, അന്നത്തെ മദീന പള്ളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മറകളും അങ്ങനെയുള്ള മേൽക്കൂരകളും സൗകര്യങ്ങളൊന്നുമില്ല, പുറത്തുള്ളതൊക്കെ കാണാൻ കഴിയും. ഈ കച്ചവട സംഘം വന്നു എന്ന വാർത്ത അവരറിഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ആ സംഘത്തിന്റെ അടുത്തേക്ക് ഓടി. എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സംഘം വന്ന് ഇവിടുന്ന് നമ്മുടെ ജുമയൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പത്തിന് ഇതൊക്കെ മറ്റുള്ളവർ വാങ്ങി പോകുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദ്രുതഗതിയിൽ ഹുത്തുബക്കിടയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി. തഫ്സീറുകളിൽ കാണാൻ കഴിയും 12 ആളുകൾ മാത്രമാണ് അവിടെ ബാക്കിയായത്. പ്രധാനപ്പെട്ട 12 സഹാബിവര്യന്മാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രമുഖരായ സഹാബത്ത് കുറച്ച് 12 ആളുകൾ അവിടെ ബാക്കിയായി. ബാക്കിയുള്ളവരൊക്കെ ഈ കച്ചവട സംഘത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. എന്താണ് ആയത്തിനോട് അള്ളാഹു പറഞ്ഞത്? പ്രവാചകരെ, ഒരു വിനോദമോ ഒരു കച്ചവടമോ കണ്ടപ്പോൾ അവര് താങ്കളെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങോട്ട് പോയി. അവരത് ലക്ഷ്യമാക്കിയിട്ട് ഇത് അവഗണിച്ച് അതിനവര് പ്രാധാന്യം കൊടുത്തു. കുൽ, പ്രവാചകരെ പറയണം, ഈ അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഇവരുദ്ദേശിക്കുന്ന ഈ വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ ഹയർ. അതുകൊണ്ട് വല്ലാഹു ഹൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ്. ധാരാളക്കണക്കിന് പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നമുക്ക് നമ്മുടെ ജോലി ഉണ്ടെങ്കിലും ആ സമയത്ത് ക്രമീകരിച്ച് ഈ ജുമാ തുടങ്ങുന്ന സമയത്തിന് എത്തുമ്പോഴാണ്, അതിന്റെ മുമ്പ് എത്തുമ്പോഴാണ് നമ്മുടെ പേരുകളും നമ്മുടെ ഈ സമീപനവും ഒക്കെ നമ്മുടെ ഏടുകളിൽ മലക്കൾ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര ജുമാകൾ നമുക്ക് ജീവിതത്തിൽ ബാക്കിയുണ്ട്, ഇനി എത്രയാണ് അള്ളാഹു നമുക്ക് ബാക്കിയാക്കിയിരിക്കുന്നത് എന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടിയതിനെ പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഓരോ ദിവസവും ആ സമയവും സന്ദർഭവും ഒക്കെ ആ നിലക്ക് നമ്മൾ വികസനമാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് വിജയിക്കാൻ, കൂടുതൽ മുന്നിലെത്താൻ സാധിക്കുക. അത്തരത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന മുത്തഖികളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു തഖ്വയുള്ളവരാകാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. ജീവിതം എന്ന് വെച്ചാൽ ഏതാനും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഈ ഭൂമി ലോകത്തുള്ളത്. അത് കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങുന്നതോടുകൂടി പിന്നെ നമുക്ക് കർമ്മങ്ങളിൽ മുഴുകുവാനോ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലത്തിന് വേണ്ടി പ്രയത്നിക്കുവാനുള്ള അവസരമില്ല. അപ്പൊ ആ നിലക്ക് നമ്മൾ നിരന്തരമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ സഹാബിവര്യന്മാരൊക്കെ അവരുടെ ഓരോ ദിവസത്തെയും വളരെ ഗൗരവത്തിലും പ്രാധാന്യത്തിലുമാണ് അവർ കണ്ടിരുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും അവര് വെപ്രാളത്തോടു കൂടി സങ്കടപ്പെട്ട് കരയുമായിരുന്നു. അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടന്ന് ഒരല്പസമയം, ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ ഞെട്ടി ഉണരുമ്പോൾ അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് വല്ലാത്തൊരു വെപ്രാളം. ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തി കളഞ്ഞത്? നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, സഹാബി പറഞ്ഞു, എന്റെ ഉറക്കത്തെ കെടുത്തിയത് ഞാൻ ആ നരകത്തിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് ഓർത്തുപോയി. ആ നരകത്തിലെങ്ങാനും എത്തിപ്പെട്ടാൽ അതോടുകൂടി എല്ലാം അവസാനിച്ചല്ലോ എന്ന പേടി കൊണ്ടാണ് എന്റെ ഉറക്കം പോലും എന്നെ നഷ്ടപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനാക്കിയിട്ട് ഇങ്ങനെ നടത്തുന്നതെന്ന് ഈ സഹാബി വര്യൻ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഇതുണ്ടാവണം, എത്ര ബോധങ്ങൾ ഉണ്ടാവണം. നിരന്തരമായിട്ട് നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഈമാനിനെ നമ്മൾ വികസനമാക്കിക്കൊണ്ടിരിക്കണം. അതിന് പോകുന്ന ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനിലും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മാക്സിമം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് ചെയ്യുന്നവരാണ്, ഒരുപാട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരാണ്. എന്നാലും അതിനെ വർദ്ധിപ്പിച്ച് കൂടുതൽ മുന്നോട്ടെത്താൻ എന്താണ് വഴി എന്നതിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയുമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് ഈമാനികമായിട്ട് ശക്തി നൽകുക, ആ നിലക്കുള്ള ആവേശം നൽകുക. അത്തരത്തിലൊക്കെ ചിന്തിച്ച് എല്ലാ നല്ല സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ആ നിലക്ക് കൂടുതൽ പ്രതിഫലത്തിന് വേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ചില 12 കാര്യങ്ങൾ നമ്മുടെ ഈ KNM വടകരയിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KV മുസ്തഫ സാഹബ് ഇന്നലെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒന്നിച്ച് എല്ലാവരെയും അദ്ദേഹത്തെയും നമ്മയും കുടുംബാംഗങ്ങളെയും ഒക്കെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.